നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ 4 വയസ്സുകാരനെ കണ്ടെത്തി. എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. ഇതിൽ മാത്രമേ എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളൊരു വിശദീകരണം കിട്ടുകയുള്ളൂ. കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദാറാണ് മരിച്ചത്. കൊലപാതകമെന്ന സംശയമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് മുന്നി ബീഗവും സുഹൃത്ത് തൻബീർ ആലവും പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കുഞ്ഞിനെ മുന്നി ബീഗം കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഭക്ഷണം കഴിച്ച കുഞ്ഞ് പിന്നീട് അനക്കമില്ലാതെ കിടന്നു എന്ന് പറഞ്ഞാണ് മുന്നി ബീഗം കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നു. കഴുത്തിൽ അസ്വാഭാവികമായ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കുഞ്ഞിനെ ഡോക്ടർ പരിശോധിച്ചു. ഈ പാടുകൾ കണ്ടെത്തുന്നു. അപ്പോൾ ഡോക്ടർമാർ തന്നെയാണ് വിവരം പോലീസിനോട് വ്യക്തമാക്കിയത്. കയറോ തുണിയോ കൊണ്ട് മുറുക്കിയതാണ് പാടുകളെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിന് പിന്നാലെയാണ് മുന്നി ബീഗത്തെയും സുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ള ഇവരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്, ഈ കഴുത്തിൽ അസ്വാഭാവികമായ പാടുകൾ എന്താണ് ഈ കുട്ടിയുടെ മരണത്തിന് മുന്നേ സംഭവിച്ചത്, കുട്ടിയുടെ അമ്മ പറയുന്ന മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യല് എന്താണ് സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത വരും. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ 4 വയസ്സുള്ള മകനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും കുട്ടിയുടെ അമ്മയും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലാണ്. 4 വയസ്സുകാരൻ ഗിൽദറാണ് മരിച്ചത്. വൈകുന്നേരം 6 മണിയോടെയാണ് സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നു. ശരീരം തണുത്ത അവസ്ഥയിലായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കൊടുത്ത് ഉറക്കിയ കുഞ്ഞ് വൈകുന്നേരം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് മാതാവ് ഡോക്ടറോട് പറഞ്ഞു. എന്തായാലും ഈ മാതാവിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും അസ്വാഭാവികതയുണ്ട്. വിശദമായ വിവരമൊക്കെ വരും മണിക്കൂറുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സുഹാന്റെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞ വാർത്തയാണ്. വളരെ വേദനയോടെ അറിഞ്ഞ സംഭവമാണ്. പാലക്കാട് ചിറ്റൂരിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 6 വയസ്സുകാരൻ സുഹാൻ. ആ വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഖബറടക്കം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സുഹാന്റേത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അന്വേഷണം വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. കാണാതായി 21 മണിക്കൂറിന് ശേഷമായിരുന്നു സുഹാന്റെ മൃതദേഹം വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയുള്ള കുളത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക്, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ സഹോദരനുമായി പിണങ്ങിയ സുഹാനെ വീട്ടിൽ നിന്നും കാണാതായി. നറുചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീടിന് സമീപത്തെ പാടം, ആളൊഴിഞ്ഞ കെട്ടിടം, മാത്രമല്ല മറ്റു പലയിടങ്ങളിലും പലവട്ടം തിരഞ്ഞു. പക്ഷേ ആർക്കും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സുഹാന്റെ മൃതദേഹം ഈ ഒരു കുളത്തിൽ നിന്നും കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും 800 മീറ്ററോളം മാറിയുള്ള കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞിന്റെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത്. അഗ്നിരക്ഷാസേനയെത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇത്ര ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതടക്കം കാര്യങ്ങൾ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. സുഹാന്റേത് മുങ്ങി മരണമാണെന്നും ശരീരത്തിൽ സംശയകരമായ മുറിവ്, അതുപോലെ തന്നെ ചതവ് അത്തരത്തിലൊന്നും ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മുങ്ങി മരണമെന്ന് പറയുന്നു. പക്ഷേ കുട്ടി എങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ 800 മീറ്റർ അകലെയുള്ള ഇവിടേക്ക് എങ്ങനെ കുട്ടി എത്തി, എങ്ങനെ ഇവിടേക്ക് വീണു എന്നടക്കമുള്ള ചോദ്യങ്ങളിലൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ദേഹത്ത് മുറിവുകളോ ചതവുകളോ ഇല്ല, മറ്റ് അസ്വാഭാവികതകളൊന്നും മരണത്തിലില്ല, മുങ്ങി മരണമാണ്. എങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അന്വേഷിക്കുമെന്ന് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ചിറ്റൂർ പോലീസ് അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി K കൃഷ്ണൻകുട്ടിയും പ്രതികരിക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സുഹാൻ പഠിച്ച റോയൽ നഴ്സറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായി. വളരെ വേദനാജനകമായ കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾക്കാണ് കഴിഞ്ഞ ദിവസം അവിടെയും സാക്ഷിയായത്. സ്കൂൾ മുറ്റത്ത് അവസാനമായി ആ കുട്ടി എത്തി. അതായത് താൻ പഠിച്ച, അല്ലെങ്കിൽ താൻ ഓടി നടന്ന, ഒരു പൂമ്പാറ്റയെ പോലെ ഓടി നടന്ന ആ സ്കൂൾ മുറ്റത്തേക്ക് ചേതനയേറ്റ സുഹാന്റെ
ശരീരം എത്തിയപ്പോൾ അധ്യാപകർക്കും അതുപോലെ തന്നെ സഹപാഠികൾക്കുമൊക്കെ അത് വലിയൊരു തീരാ നോവായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. സ്കൂൾ മുറ്റത്ത് അവസാനം എത്തിയ 6 വയസ്സുകാരന് അധ്യാപകനും സഹപാഠികളും കണ്ണീർ നിറഞ്ഞ യാത്രാമൊഴി നൽകി. പൊതുദർശനത്തിന് ശേഷം സുഹാൻ അവസാനമായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് മാട്ടുമന്ത ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. സുഹാന് വേണ്ടി നാടൊന്നാകെ തിരച്ചിൽ നടത്തുമ്പോൾ ഒട്ടേറെ തവണ നഗരസഭയുടെ വലിയ കുളത്തിന് സമീപത്തുകൂടി ആളുകൾ പോയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ആർക്കും അതൊരു അസ്വാഭാവികത പോലും തോന്നിയില്ല, അല്ലെങ്കിൽ അവിടെ ആ കുട്ടിയുണ്ട് എന്നൊരു തരത്തിലുള്ള യാതൊരു സൂചനകളും കിട്ടിയിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ തുടങ്ങിയ തിരച്ചിൽ നീണ്ട 21 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിട്ടും ഈ കുളം അല്ലെങ്കിൽ ഈ കുളത്തിലേക്ക് ആളുകൾ പോയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 21 മണിക്കൂർ പൂർത്തിയാക്കിയപ്പോഴാണ് നാട്ടുകാർ കുളിക്കാനും തുണി അലക്കാനും ഉപയോഗിക്കുന്ന കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞു സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുഹാന് വേണ്ടി പ്രദേശത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച ഡോഗ് സ്ക്വാഡ് സമീപത്തെ മറ്റൊരു കുളത്തിന്റെ വരമ്പ് വരെ മണം പിടിച്ചു ചെന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുക എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. വീടിന് സമീപത്തായി 5ഓളം ആമ്പൽ കുളങ്ങൾ ഉണ്ടായിരുന്നു. ആമ്പൽ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. പക്ഷെ അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്തിയ കുളം പരിശോധിച്ചില്ല എന്നതും ആ ഒരു കുളം എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതും ഒരു ചോദ്യമാണ്. ഇതിനൊട്ടേറെ കാരണങ്ങളുണ്ട്. കാരണം ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല. അപ്പോൾ വലിയൊരു ദുരൂഹത അവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം പോലീസ് നായയുടെ ഒരു അന്വേഷണ ശൈലി, അതായത് വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ വീട്ടിൽ നിന്നും കുട്ടി പോയ റൂട്ടിലേക്കാണ് നായ മണം പിടിച്ച് എത്തുക. പക്ഷെ ഈ കുളത്തിലേക്ക് നായ മണം പിടിച്ച് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ആ കുളത്തിലേക്ക് അന്വേഷണം നീണ്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെ വലിയൊരു ദുരൂഹത നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് സംഭവിച്ചത്, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല എന്നതും വീടിന് 700 മീറ്റർ അകലെയുള്ള കുളത്തിലേക്ക് കുട്ടി നടന്നെത്താൻ സാധ്യതയില്ല എന്നതും രക്ഷാപ്രവർത്തനം നടത്തിയവർ കരുതി. ആ ഒരു നിഗമനം പക്ഷേ തെറ്റായി പോയി എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം റോഡിനും കുളത്തിനും ഇടയിലായി കനാലുണ്ട്. അതുകൊണ്ട് തന്നെ നടന്നു പോകുന്ന കുഞ്ഞ് അബദ്ധത്തിൽ കുളത്തിൽ വീഴാനുള്ള സാധ്യതയില്ല എന്നാണ് സംഭവത്തിൽ നാട്ടുകാരൊക്കെ വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു കാര്യം ഉയർന്നു വന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് സഹോദരനോടൊപ്പം പിണങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ കുളത്തിൽ വീഴാനുള്ള യാതൊരു സാധ്യതകളുമില്ല. മാത്രമല്ല മണം പിടിച്ച് നായ അവിടേക്ക് എത്തിയിട്ടുമില്ല. അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. വളരെ ദുരൂഹമായ സംഭവം, വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകും തീർച്ചയായിട്ടും. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? കുഞ്ഞു സുഹാനെ അപായപ്പെടുത്തിയതാണോ, അപകടം സംഭവിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്.